ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രാഹം ലിങ്കന്റെ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ദൈവം നമ്മുടെ കൂടെയാണോ എന്നതല്ല എൻ്റെ ആശങ്ക, ദൈവത്തിൻ്റെ കൂടെയായിരിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ദൈവമാണ് എപ്പോഴും ശരി. ദൈവം തന്നെ ആയവനെ ചോദ്യം ചെയ്യാൻ ഒരു പറ്റം മനുഷ്യർ ഒരുമിച്ച് കൂടുന്നു. പരിശുദ്ധനായ ദൈവത്തെ അവർ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവപക്ഷമാണ് ശരി എന്ന് പഠിപ്പിക്കേണ്ടവർ തങ്ങളുടെ പക്ഷം ചേരാൻ ദൈവത്തെ നിർബന്ധിക്കുന്നു. വിരോധാഭാസം എന്ന് തോന്നാം. എന്നാൽ ഇത്തരമൊരു സംഭവമാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിച്ച് കേൾക്കുന്നത്. അൽമായ പ്രമുഖരായ ഫരിസയരും ജെറുസലേമിൽ നിന്നെത്തിയ നിയമപണ്ഡിതരും ഈശോയെ ചോദ്യം ചെയ്യുകയാണ്. കുറ്റം ചെയ്തത് ശിഷ്യന്മാരാണെങ്കിലും ചോദ്യം ഈശോയോട് ആണ്. ഉത്തരം നൽകുന്നതും അവിടുന്ന് തന്നെ. ശിഷ്യന്മാരുടെ പ്രതികരണം ഒന്നും കുറിക്കപ്പെട്ടിട്ടുമില്ല. ഗുരു ശിഷ്യരുടെ സംരക്ഷകനാണ്. ശിഷ്യന്മാർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴെല്ലാം ഈശോ അവരെ ഭംഗിയായി ചേർത്ത് പിടിക്കുന്നുണ്ട്. വിടവാങ്ങൽ സമയത്തെ ശിഷ്യർക്ക് വേണ്ടിയുള്ള അവിടുത്തെ പ്രാർത്ഥന നമ്മുടെ ഓർമ്മയിൽ തെളിയുന്നു. ഞാൻ അവരോട് കൂടെയായിരുന്നപ്പോൾ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തുസൂക്ഷിച്ചു. സമാനമായ മറ്റൊരു സംഭവം കൂടി മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ഒരു സാബത്ത് നാളിൽ ഗോതമ്പ് വയലിലൂടെ കടന്നുപോയപ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് തിന്നുന്നതിൽ ഫരിസയർ ചോദ്യശരമേയുന്നു. അങ്ങനെയെങ്കിൽ യഹൂദർ സ്വന്തമായി കരുതി അഭിമാനിക്കുന്ന ദാവീദ് രാജാവിന് പോലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫരിസയരുടെ ആരോപണത്തിൻ്റെ മുനയൊടിക്കുകയാണ് ഈശോ. അവസാനം ഏൽപ്പിക്കപ്പെടുന്നതിന് ഏതാനും നാഴിക മുമ്പ് ഗത്സമയൻ തോട്ടത്തിൽ പടയാളികളുടെ മുമ്പിൽ ധീരതയോടെ അവൻ പ്രഖ്യാപിച്ചു, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന തിരുവചനം അപ്പോൾ പൂർത്തിയാവുകയായിരുന്നു എന്ന് ശേഷം യോഹന്നാൻ എഴുതി വെച്ചു. ഈശോ നമ്മുടെ അഭിഭാഷകനാണ്, നമ്മുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2:1 നാം ഇപ്രകാരം വായിക്കുന്നു, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ഒരു അഭിഭാഷകനുണ്ട്, നീതിമാനായ ഈശോ മിശിഹ. ലോകം മുഴുവൻ നിനക്ക് തെറ്റുപറ്റിയെന്ന് പറയുമ്പോഴും അവിടുന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്നു. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നിനക്കെതിരെ ഉയരുമ്പോൾ ആശ്വാസം തേടി നീ പോകേണ്ടതും അവിടുത്തെ പക്കൽ തന്നെ. എന്തുകൊണ്ടായിരിക്കാം ജെറുസലേമിൽ നിന്നെത്തിയവർ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിൽ പ്രശ്നം കണ്ടെത്തിയത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ യഹൂദ പുരോഹിതർക്കായി കൊടുത്തിരിക്കുന്ന ഒരു ക്ഷാളന നിയമത്തെക്കുറിച്ച് അറിയണം. സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ബലി അർപ്പിക്കുമ്പോഴും പുരോഹിതർ കൈകാലുകൾ കഴുകണം എന്നതാണ് നിയമം. കാലക്രമത്തിൽ ഫരിസയർ ഈ നിയമം ഏറ്റെടുക്കുകയും ഇതെല്ലാ യഹൂദരും പാലിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇത്തരം ഏകദേശം 663 ക്ഷാളന നിയമങ്ങൾ യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ശക്തമായ ഭാഷയിലാണ് ജെറുസലേമിൽ നിന്ന് എത്തിയവർക്കെതിരെ ഈശോ പ്രതികരിക്കുന്നത്. കപടനാട്യക്കാർ എന്നവരെ വിളിക്കാൻ അവിടുന്ന് മടിയൊന്നും കാട്ടുന്നില്ല. ഗ്രീക്ക് ഭാഷയിൽ യഥാർത്ഥ രൂപം ഒരു മുഖം മൂടിക്ക് പിന്നിൽ ഒളിപ്പിച്ച് മറ്റൊരാളായി അഭിനയിക്കുന്ന ഒരാളെയാണ് ഈ സംബോധന സൂചിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചാൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന മതപണ്ഡിതർക്കെതിരെ ഇങ്ങനെ ഒരു വിധി പ്രസ്താവം നടത്തുന്നത് അപകടകരമായിരുന്നു. എന്നാൽ ഹൃദയങ്ങൾ വായിച്ചെടുക്കാൻ കഴിവുള്ള ഈശോയ്ക്ക് അപ്രകാരം ഒരു വിധി പ്രസ്താവത്തിൽ തെറ്റുവരാൻ ഇടയില്ല. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മുഖം മൂടികളുമായി എത്തുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള താക്കീതാണ് ഈ തിരുവചന ഭാഗം. ജെറുസലേമിൽ നിന്നെത്തിയവരുടെ ആരോപണത്തെ 2 മറു ആരോപണങ്ങൾ ഉയർത്തി ഈശോ നേരിടുന്നു. ദൈവം തങ്ങളുടെ പക്ഷത്താണ് എന്ന് തെളിയിക്കാൻ കാലാകാലങ്ങളിൽ വിശ്വാസിയുടെ കുപ്പായം അണിഞ്ഞവർക്കെല്ലാം എതിരെയുള്ള അവിടുത്തെ ആരോപണങ്ങളാണ് ഇവ രണ്ടും. 1, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്ന വിശ്വാസികളിൽ പലരുടെയും ഹൃദയം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. 2, ദൈവകൽപ്പനകൾ പോലും ഉപേക്ഷിച്ച് ഇക്കൂട്ടർ മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു.
ഈശോയുടെ ഒന്നാമത്തെ ആരോപണം നമുക്കെതിരെയും വിരൽ ചൂണ്ടുന്നുണ്ടോ? പ്രാർത്ഥന ചിലർക്കെങ്കിലും ഒരു അധര വ്യായാമമാണ്. അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നത് ജീവിക്കാനും ഈശോ ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയെ പരിചയപ്പെടുത്തി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്: മനുഷ്യന്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? ഉത്തരം ഇപ്രകാരമാണ്: ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥന അർത്ഥശൂന്യമായി തീരുന്നു. പ്രാർത്ഥന ഒരു അനുഭവമായി മാറാത്തവരൊക്കെ സ്വഹൃദയം ദൈവത്തിൽ നിന്നും അകലെയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആരോപണം നിയമങ്ങളില്ലാതെ ദൈവത്തിന് നിലനിൽപ്പില്ല എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ ദൈവനാമത്തിൽ നിയമനിർമ്മാണം നടത്തുന്നവർക്ക് എതിരെയാണ്. 10 കൽപ്പനകൾ നൽകിയ ദൈവം അവസാനം അവയെ 2 സ്നേഹപ്രമാണങ്ങളായി ചുരുക്കി. സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നതാണ് സത്യം. ഈ സത്യം തിരിച്ചറിയാതെ ദൈവകൽപ്പനകൾ സ്വീകരിച്ച മനുഷ്യരാകട്ടെ അതിന് ചുറ്റുമുള്ള വേലിക്കെട്ടുകളായി മറ്റനേകം നിയമങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഒരു ഉദാഹരണവും ഈശോ പറയുന്നു: മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നതാണ് ദൈവപ്രമാണം. എന്നാൽ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സമ്പത്ത് വഴിപാടായി ദൈവത്തിന് നൽകിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾ മാതാപിതാക്കളെ നോക്കേണ്ടതില്ല എന്നൊരു പാരമ്പര്യം പിന്നീട് നിലവിൽ വന്നു. ദൈവഹിതത്തിനെതിരായുള്ള പാരമ്പര്യങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ നിയമാവലിക്കുള്ളിലാവണം മറ്റുള്ളവരുടെ ജീവിതമെന്ന് ശഠിക്കുന്നവരെല്ലാം ജെറുസലേമിൽ നിന്ന് എത്തിയ നിയമജ്ഞരുടെ പിൻഗാമികളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം: ഹൃദയനാഥനായ ഈശോയെ, എൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കണമേ. കാപട്യമില്ലാതെ അങ്ങയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.